ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഇപ്പം നമ്മുടെ അങ്കിള് വന്നിട്ട് പ്ലേറ്റും കറിയും ചോറും എല്ലാം കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കിളിൻ്റെ സ്പെഷ്യൽ എന്താ നോക്കാം. അപ്പോൾ അങ്കിള് സ്പെഷ്യലായിട്ട് ഇന്ന് മേക്ക് ചെയ്ത കറി കുളമ്പ് നമ്മുടെ ചിക്കൻ കറിയാണ്. അതുപോലെ നമ്മുടെ റൈസും വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന റൈസ് പൊന്നീൻ്റെ റൈസാണ് കേട്ടോ. പൊന്നി റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല സ്ലിം ആയിട്ടുള്ള നമ്മുടെ മന്തി റൈസൊക്കെ പോലെ തോന്നും. അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് ചോറ് എടുക്കുവാണ്. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും പങ്ങനൊക്കെ ചോറ് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കറികൾ വേണം നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ. ഇഷ്ടംപോലെ കറി ഇങ്ങനെ ഉണ്ടെങ്കിൽ ചോറ് നമ്മളിങ്ങനെ കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് കറിയും കൂട്ടിയാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അങ്കിള് ചിക്കൻ കറിയാണ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്ക്, നമ്മുടെ ചിക്കൻ കറിയിൽ നിങ്ങളീ കാണുന്നത് ചിക്കൻ പീസാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ചിക്കൻ്റെ കാല്, കോഴീൻ്റെ കാലില്ലേ, കാലുമല്ല, കോഴീൻ്റെ എന്താ പറയുക, വിരലൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞേറ്റിയും പങ്ങനും വിരലെല്ലാം എടുത്തിട്ടുണ്ട്. എനിക്കെന്താണോ അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ കണ്ടിട്ട്. അപ്പം ഞാൻ നമ്മുടെ ആ പീസ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് മാത്രമാണ് ഇപ്പം എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പങ്ങനും കുഞ്ഞേറ്റിയും ട്രൈ ചെയ്തിട്ട് സൂപ്പർവാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ട്രൈ ചെയ്യാനൊരു മനസ്സുണ്ടായിരുന്നില്ല. നമ്മുടെ അങ്കിൾ സ്പെഷ്യലായിട്ട് എഗ്ഗും കൂടെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും പങ്ങനും കൂടി മുട്ടയെല്ലാം എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ അങ്കിളിൻ്റെ കറിയും കൂട്ടി ഒരു ചോറിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ കറിയിൽ അവർ എപ്പോഴും തന്നെ എല്ലാ ഫുഡിലും മല്ലിച്ചപ്പും കറിവേപ്പിലയും മസ്റ്റായും യൂസ് ചെയ്യും കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്, നല്ല എരിവൊക്കെ ഉണ്ട്. മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുവാണ് കേട്ടോ. കാരണം അത്രയും ടേസ്റ്റി ഫുഡായിരുന്നു. അവിടെ വന്നിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോഴാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജും നോൺ വെജും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റൈലിൽ അടിപൊളിയായി മേക്ക് ചെയ്തു. സൂപ്പർ ഫുഡാണ്. നമ്മൾ വേഗം കഴിക്കട്ടെ കേട്ടോ.